ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇൻട്രോ കണ്ടപ്പോഴത്തേനും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ചെയ്യാറുള്ള അൺബോക്സിങ് വീഡിയോയോ അതല്ലെങ്കിൽ ചെടി വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. പക്ഷേ അത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. കുറച്ച് മുന്നേ ഞാൻ ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ചാനൽ ഒരു സാമ്പാർ പരിവാണ്. പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ തുടങ്ങിയ സമയത്ത് ചെടികളെക്കുറിച്ചും പെറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ് തുടങ്ങി. പിന്നെ അത് കുക്കിംഗ് വീഡിയോ ആയി, സ്റ്റിച്ചിങ് വീഡിയോ ആയി, ക്രാഫ്റ്റ് വീഡിയോ ആയി, പിന്നീട് അത് ട്രാവൽ വ്ളോഗ്സും ആയിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ ചെടികളിലേക്ക് തിരിച്ചു വരായിരുന്നു. അതാണല്ലോ നമ്മുടെ പാഷൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ ആയിട്ട് നമ്മളിങ്ങനെ ഒരേപോലത്തെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം, നമ്മൾ വീണ്ടും ചെടികളിലേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഇത് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ അത്ര തന്നെ ഇഷ്ടമായിക്കൊള്ളുന്നില്ല, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ചൊക്കെ കൂട്ടുകാരായല്ലോ. അപ്പോൾ ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം, വിശേഷങ്ങളൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് ബന്ദിപൂരാണ്. ബന്ദിപൂര് ടൈഗർ റിസർവ്ക്കാണ് കേട്ടോ പോണത്. നമുക്ക് ഓൾറെഡി പിന്നെ കൺട്രി ക്ലബിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബന്ദിപൂര് അവരുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ പോയി 2 ദിവസം നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. കുറേയായിട്ട് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് മക്കളെയൊന്നും കൂട്ടാതെ തനിച്ച് 2 പേർക്കും കൂടെ എവിടെയെങ്കിലും തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു 2 ദിവസം സ്റ്റേ ചെയ്യാമെന്ന്. ഇപ്പോഴാണ് അതിനൊരു ടൈം കിട്ടിയത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ തൊപ്പക്കാട് വഴിയാണ് പോണത്. മലപ്പുറം ജില്ലയാണ് കേട്ടോ എൻ്റെ വീട് വരുന്നത്, കോട്ടക്കൽ. അപ്പോൾ തൊപ്പക്കാട് വഴി പോകുമ്പോൾ നമ്മൾ ആനപ്പന്തി എന്ന് പറഞ്ഞാൽ ഈ ആനകളെ കാട്ടാനകളെയൊക്കെ മെരുക്കിയെടുക്കുന്ന സ്ഥലം, അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിതിനെ പറ്റിയിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല. ഇനി ഇതിനെ പറ്റി റിസർച്ച് ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് എന്തോ പോലെ ആയി പോകും. അങ്ങനെ അവസാനം നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആനപ്പന്തിയിലെ ആനകളെയാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ. ഫസ്റ്റ് ഞാനൊരു ആനയെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഞാൻ വിചാരിച്ചത് അത് കാട്ടാനയാണെന്നാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് കാട്ടാനയല്ല, അത് അവിടെ വളർത്തുന്ന ആനയാണെന്നുള്ളത്. പിന്നീട് കണ്ട ആനകളൊക്കെ അവരവിടെ വളർത്തുന്ന ആനകൾ തന്നെയാണ് കേട്ടോ. അവരെ കുളിപ്പിക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ് നേരത്തെ കണ്ടത്. പിന്നെ ഒരുപാട് മാനുകളെ കണ്ടു കേട്ടോ. ഭയങ്കര ഞാൻ ഇത്രയും അടുത്തൊക്കെ ഈ മൃഗങ്ങളൊക്കെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മൾ വല്ല മൃഗശാലയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തൊക്കെ കാണുന്നത് കേട്ടോ. എന്തായാലും ഭയങ്കര രസമായിരുന്നു. രാവിലെ 10 മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇനി 3 മണിയല്ല കേട്ടോ, 5 മണി അങ്ങാണ്ടോ ആയിരുന്നു, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും യാത്രകളൊന്നുമില്ല. ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുക. നാളെ ഒരു പക്ഷേ മൈസൂരോ അതല്ലെങ്കിൽ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് കുറച്ച് സമയം ഇവിടെ തന്നെ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. പഴയൊരു പ്രോപ്പർട്ടിയാണ്, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് കോട്ടേജുകളായിട്ടാണ് റൂംസ് ഉള്ളത്. സിംഗിൾ റൂമായിട്ടും ഡബിൾ റൂമായിട്ടും, അതേപോലെ ഫാമിലി ഒന്നായിട്ട് വരികയാണെങ്കിൽ അവർക്ക് വേറെ കോട്ടേജ്, അങ്ങനെയായിട്ടാണ്. ഓരോ കോട്ടേജിനും വേറെ വേറെ പേരുകളാണ് കേട്ടോ. വലിയ പ്രീമിയം ലെവലിലൊന്നും അല്ലെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള റൂം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ റൂമിൽ കയറി ഫ്രഷായി ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. രാത്രി ആയപ്പോൾ ഞങ്ങളൊരു ഭംഗിയുള്ള കാഴ്ച കണ്ടു കേട്ടോ. എന്താണെന്നറിയോ, ആ ഏരിയ മൊത്തം മാനുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അത് എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇരുട്ടത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കണ്ണുകൾ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ.
ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ എനിക്ക്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജാക്കറ്റൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് ലോബി വരുന്നത്. റേഞ്ചൊന്നും തീരെ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ലോബിയിൽ വന്ന് വൈഫൈ കണക്റ്റ് ആക്കിയതിന് ശേഷമാണ് നാട്ടിലേക്കൊക്കെ വിളിച്ചത്. ഈ ലോബിയുടെ തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ പോയി. പിറ്റേന്ന് ദിവസം രാവിലെയാണിത്. രാവിലെ നേരത്തെ എണീറ്റു, മാനുകളൊക്കെ കണ്ടു. അതിനുശേഷം കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ കുറച്ച് റീലൊക്കെ എടുത്തു. വീണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് സമയം നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. മൈസൂർ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഒരു സഫാരി ചെയ്യാമെന്ന് വിചാരിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സഫാരി ക്യാമ്പസ് ഉണ്ട് അവിടെ പോയി നോക്കിയപ്പോൾ പിന്നെ 6 മണിക്കൊരു സഫാരി കഴിഞ്ഞു എന്ന് പറഞ്ഞു. നെക്സ്റ്റ് 2:10 പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനുള്ള സമയമായിട്ടില്ല. അപ്പോൾ അതുവരേക്കും നമ്മൾ ബന്ദിപ്പൂരും തൊട്ടടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് കരുതി അങ്ങനെ വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ മൈൻഡും റിലാക്സാണ്, റോഡും റിലാക്സാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ നല്ല ഒരു രസമുള്ള യാത്രയായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ പേരെന്തോ ഞാൻ മറന്നുപോയി. ഇവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അവർ നമ്മൾ ബസ്സിൽ കൊണ്ടുപോകലാണ്. പക്ഷേ ക്യൂവിൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ടിക്കറ്റ് എടുക്കാൻ മെനക്കെട്ടില്ല. കാരണം നല്ല ചൂടും നല്ല വെയിലുമാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. വീണ്ടും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, പ്രകൃതി ആസ്വദിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം കേട്ടോ. വല്ലാണ്ട് തിരക്കുകളൊന്നുമില്ല, നല്ല രസമുള്ള റോഡുകൾ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ മിണ്ടിയും പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ചില നല്ല ഭംഗിയുള്ള പ്ലേസിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി. അവിടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് പോയി അവിടുത്തെ ആളുകളെയൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ ഭയങ്കര സ്മെല്ല്. അപ്പോൾ നോക്കിയപ്പോൾ അത് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ തോട്ടങ്ങളായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോരുകയാണ്. ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴും ഹസ്ബൻഡ് പറയും ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്, എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാനുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇത് പിന്നെ അവിടുത്തെ ഒരു സ്കൂളാണ്. അങ്ങനെ വരുന്ന വഴി നമ്മളൊരു ഹോട്ടലിൽ ഇറങ്ങിയിട്ട് ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുറച്ച് പച്ചമാങ്ങയൊക്കെ വാങ്ങി അത് ഉപ്പും മുളകും കൂട്ടിയൊക്കെ കഴിച്ചു. ഇനി നമ്മൾ സഫാരിക്ക് പോവാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സഫാരി ക്യാമ്പസ്. പിന്നെ ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ വന്ന് നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അത് ടൈമല്ലാത്തതുകൊണ്ടാവും. ഇപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടുന്ന് നമ്മളെ അവർ ഇതേപോലത്തെ ബസ്സിൽ കൊണ്ടുപോവാണ്. പിന്നെ ജീപ്പും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞങ്ങൾ ബസ്സിലാണ് പോയത്. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്.
ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. മലയാളികളൊക്കെ കുറവായിരുന്നു കേട്ടോ ഞങ്ങളെ കൂടെ ബസ്സിൽ. ഇതേപോലത്തെ ബസ്സുകൾ ഒരുപാടുണ്ട്. പലതും പല റൂട്ടിൽ കൂടെയാണ് പോണത്. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഡ്രൈവർമാർ തമ്മിൽ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ പിന്നെ എല്ലാവരും പിന്നെ ആ മൃഗം ഉള്ള ഭാഗത്തേക്കാവും പോവുക. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഡ്രൈവറിന് എന്തോ ഇൻഫർമേഷൻ കിട്ടി, കടുവ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടി തിരിച്ച് കടുവയുള്ള ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. പോണ വഴിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മാനുകളെയും മയിലിനെയും ഒക്കെ കണ്ടിരുന്നു. പക്ഷെ സവാരിക്ക് ഇറങ്ങിയപ്പോൾ നമ്മളൊരു പക്ഷിയെ പോലും കണ്ടിട്ടില്ല. ഭയങ്കര നിരാശയായിരുന്നു കേട്ടോ ഫസ്റ്റൊക്കെ. നമ്മൾ മരത്തിലും എല്ലായിടത്തും നോക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു മൃഗത്തിനെയോ പക്ഷിയെയോ ഒക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് കടുവ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ക്യാമറ ഞാൻ കണ്ടില്ല, ഹസ്ബൻഡ് കണ്ടു. ബസ്സിലുണ്ടായിരുന്ന ഒരുവിധം ആളുകളൊക്കെ കണ്ടു, പക്ഷെ ഞാൻ മാത്രം കണ്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ക്യാമറയിൽ പകർത്താനും പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര നിരാശ തോന്നി കേട്ടോ. ഒരു കടുവയൊക്കെ നേരിട്ട് ഇതേപോലെ ഒരു കാട്ടിൽ വെച്ച് കാണുകയെന്ന് പറയുമ്പോൾ, അത് മിസ്സാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോവാണ്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട്. അവസാനം നമ്മളിതാ ഒരു കുരങ്ങനെ കണ്ടു ഗൈസ്. അങ്ങനെ നമ്മുടെ സഫാരി മൂഞ്ചി എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തൊരു ആനക്കൂട്ടത്തെ കാണാൻ പറ്റിയത്. ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. കാരണം നമ്മളിറങ്ങിയിട്ട് ഇതുവരെ ഒരു മാനിനെ പോലും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മളൊരു ആനക്കൂട്ടത്തെ കണ്ടു. കൂടാതെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് മാനുകളെയും കാണാൻ പറ്റിയിട്ടോ. ഇതും കൂടെ കണ്ടിട്ടില്ലെന്നെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ സഫാരി മൂഞ്ചി പോയേനെ. എന്തായാലും ഞങ്ങൾ കുറച്ചുകൂടെ ആനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സഫാരി ഒന്നും വന്നാൽ മതിയാവില്ല. 2-3 സഫാരിയൊക്കെ വന്നാലേ അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ സമയത്തൊക്കെ കാടൊക്കെ നല്ലോണം ഉണങ്ങി കിടക്കുന്ന സമയമാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ മഴ പെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ നമ്മുടെ ആനക്കൂട്ടത്തിൽ നല്ലൊരു കുഞ്ഞ് ആനയൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ മണ്ണ് വാരി ദേഹത്തോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുല്ല് കഴിക്കണമുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. മറ്റു മൃഗങ്ങളെയൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ കുറച്ചധികം സമയം നിന്നു കേട്ടോ. ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് ഇനി റൂമിലേക്ക് പോവാണ് കേട്ടോ. വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളൊരിക്കലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയെടുത്തു എന്ന് വിചാരിക്കരുത്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു പെർമിഷനും ഇല്ല. വണ്ടിയിലിരുന്നുകൊണ്ട് സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് വേണം നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ. അതല്ലെങ്കിൽ അവർ പിന്നെ വയലൻ്റ് ആകും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരാണ്. റിസോർട്ടിലെത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ പോയത് ഡിന്നർ കഴിക്കാനാണ്. അങ്ങനെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ മസിനക്കുടി വഴി ഊട്ടിയിലേക്കാണ്. പക്ഷേ നമ്മൾ ഊട്ടിയിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, നേരെ തിരിച്ചു പോരായിരുന്നു. ഈ റോഡുകളും വഴികളൊക്കെ നമുക്ക് നല്ല പരിചയമാണ്. റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ട് നമ്മൾ സാധാരണ കാണാറുള്ള വഴികളാണ് ഇതൊക്കെ.
അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഊട്ടിയിൽ ഇറങ്ങിയിട്ടില്ല. ഒരു പ്രാവശ്യം ഇറങ്ങി നമ്മൾ അവിടെ നിന്നൊരു 2 സ്വീറ്റ് കോൺസ് വാങ്ങിച്ചിട്ട് അത് കഴിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.